everyone, welcome to my YouTube channel StudyGate by PK. Here we are discussing about the political theory and introduction. That is the first chapter of our politics, 11th NCERT. It is the second part of that particular chapter. So now we are discussing the next portion, that is putting political theory to practice. അതായത് എങ്ങനെ നമ്മൾ ഈ പഠിച്ച പൊളിറ്റിക്കൽ തിയറിയിലെ കൺസെപ്റ്റുകൾ നമുക്ക് ദിവസേനമുള്ള ജീവിതത്തിൽ കൊണ്ടുവരാം എന്നതാണ്. We know that if we are taking an example of one of the concept we study in political theory, such as freedom ഉണ്ട്, equality ഉണ്ട്, citizenship ഉണ്ട്, justice ഉണ്ട്, development ഉണ്ട്, ഇതൊക്കെ പൊളിറ്റിക്കൽ തിയറിയിൽ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് ആണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ തന്നെ there must be 100 or there must be thousands of definition. ഓരോന്നിനും 100 അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ് ഈസ് അൺലൈക്ക് മാത്തമാറ്റിക്സ് വിച്ച് കണ്ടെയ്ൻ എ സിംഗിൾ ഡെഫിനിഷൻ ടു ട്രയാംഗിൾ ഓർ സ്ക്വയർ. അതിന് മാത്തമാറ്റിക്സിൽ നമ്മളൊരു സ്ക്വയർ അല്ലെങ്കിൽ ട്രയാംഗിൾ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഹാവിംഗ് എ സിംഗിൾ ഡെഫിനിഷൻ. ബട്ട് അൺലൈക്ക് ദാറ്റ് പൊളിറ്റിക്കൽ തിയറിയിലെ ഏതൊരു കൺസെപ്റ്റ് നമ്മൾ എടുത്താലും അതിൽ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, റൈറ്റ്? എന്തുകൊണ്ടാണ് ഇത്രയും ഡെഫിനിഷൻ നമ്മൾ ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ പൊളിറ്റിക്കൽ തിയറിയിൽ വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പൊളിറ്റിക്കൽ തിയറിയിൽ ഓരോ കൺസെപ്റ്റും ഹ്യൂമൻ റിലേഷനുമായി റിലേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ എക്കണോമിക് സെക്ടർ തന്നെ എടുത്താൽ നമ്മൾ പറയാണ് ഐ വാണ്ട് ടു ബി റിച്ച്. ഓക്കെ, എനിക്ക് റിച്ച് ആവണം. ബട്ട് ദാറ്റ് ഹാവ് നോട്ട് ദാറ്റ് മച്ച് മീനിങ്. നമുക്ക് ആ മീനിങ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തില്ല. ഐ വാണ്ട് ടു റിച്ച്, ഓക്കെ, ബട്ട് ഇഫ് ഐ എം സേയിങ് ദാറ്റ് ഐ വാണ്ട് ടു ബി റിച്ച് ദാൻ ഹിം, ദാൻ എ പർട്ടിക്കുലർ പേഴ്സൺ, ഏതെങ്കിലും ഒരു സേ എക്സ് ഓർ വൈ, അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് അതിൽ കുറച്ചും കൂടി ബെറ്റർ മീനിങ് ഉള്ളത്. അല്ലെങ്കിൽ ഐ ആം റിച്ച് എന്ന് പറയുന്നതിൽ ഒരു മീനിങ് ഇല്ല. ബിക്കോസ് റിച്ച് അല്ലെങ്കിൽ പുവർ ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നതാണ്. ഐ ആം റിച്ച് ദാൻ ഹിം, ഐ ആം റിച്ച് ദാൻ ഹർ, ഐ ആം മോർ റിച്ചർ ദാൻ ഹിം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ വി ആർ കമ്പയറിംഗ് ഇറ്റ്. സോ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ഇക്വാളിറ്റിയുടെ കേസ് എടുത്താലും ഫ്രീഡത്തിന്റെ കേസ് എടുത്താലും ഏതൊരു കൺസെപ്റ്റ് നമ്മൾ എടുത്താലും ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ റിലേഷൻഷിപ്പ് വിത്ത് അതർ ഹ്യൂമൻ ബീങ്സ്. മറ്റ് ഹ്യൂമൻ ബീങ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അങ്ങനെ വെച്ച് മാത്രമേ നമുക്ക് പറയത്തുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും മറ്റു ഹ്യൂമൻ ബീങ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ റിലേഷൻഷിപ്പിലും എത്രത്തോളമാണ് അവർ ഇക്വാളിറ്റിയെ വില മതിക്കുന്നത്, എത്രത്തോളം ഫ്രീഡം അവിടെ ഉണ്ട്, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോരുത്തരെ വെച്ച് നോക്കുമ്പോൾ ഓരോ രീതിയിലായിരിക്കും ഫ്രീഡവും ഇക്വാളിറ്റിയുടെയും ഡെഫിനിഷൻ. ദാറ്റ് ഈസ് വൈ there are so many definition to this concept. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇക്വാളിറ്റി എന്ന് പറഞ്ഞ ഡിഫറെന്റ് പ്ലേസസിൽ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ സാഹചര്യത്തിലും നമ്മുടെ ഇക്വാളിറ്റിയുടെ മീനിങ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് എ ട്രൂ തിങ്. നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, നമ്മളൊരു ക്യൂവിൽ നിൽക്കുവാണ്. ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മളിപ്പോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പൊസിഷൻ ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ സെക്കൻഡ് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്ത് നിൽക്കുകയാണ്. സഡൻലി നമ്മളെക്കാൾ ലേറ്റ് ആയിട്ട് ഫോർത്ത് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്ന ആള് നമ്മളെയൊക്കെ ക്രോസ് ചെയ്ത് എന്താണ് ഫ്രണ്ടിലേക്ക് പോയി. സോ വി വിൽ ഫീൽ ദാറ്റ് വി ആർ ചീറ്റഡ്. At the same time, this person is saying to that fourth person, come and get back to the queue. അങ്ങനെ പറയുകയാണെങ്കിൽ we will feel glad. കാരണം എന്താണ്, നമ്മൾ ഒരേ ഗുഡ് തന്നെയാണ് എന്താണ് പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്നത്. നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് ഓഫ് മണി സെയിം ആണ്. അപ്പം അവിടെ എന്താണ് പ്രയോറിറ്റി മെറിറ്റിനനുസരിച്ച് കൊടുക്കണം. അവിടെ ആദ്യം വന്ന ആൾക്ക് ആദ്യം ഗുഡ് കിട്ടണം, അല്ലാതെ ഗുഡ്സ് കിട്ടണം, അല്ലാതെ പിന്നെ വന്ന ആൾക്കല്ല പ്രൊവൈഡ് ചെയ്യണം. അവിടെ നമ്മളെ സംബന്ധിച്ച് ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവർക്കും അവിടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നതാണ്. എന്നാൽ അതേസമയം നമ്മൾ ക്യൂവിൽ നിൽക്കുന്ന കൗണ്ടറിൽ മെൻ, വിമൻ, സിക്ക് പീപ്പിൾ അങ്ങനെ പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഫീൽ ദാറ്റ് എന്താണ്, അങ്ങനെ നമുക്കൊരു ഇക്വാളിറ്റി ഡിനൈ ചെയ്തെന്ന് തോന്നില്ല. ഓക്കെ, ദർ ആർ ഡിവിഷൻ, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആദ്യം എത്താൻ വേണ്ടിയുള്ള എന്താണ് പ്രൊവിഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ആ കേസിൽ ജസ്റ്റിഫൈഡ് ആണ്. കാരണം അവർക്ക് ഡിസേബിലിറ്റി ഉള്ളതുകൊണ്ട് അവർ ലേറ്റ് ആയിട്ട് വന്നാലും അവർക്ക് മുമ്പോട്ട് പോകാനുള്ള അധികാരമുണ്ട്. സോ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ, അതായത് മറ്റൊരാളിന് നമ്മളെ കണക്ക് തന്നെ ഒരു രീതിയിലുള്ള പ്രശ്നമില്ലാത്ത ഒരാളുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി വേണം. അതേ സമയത്ത് വേറെ എന്തെങ്കിലും ഡിസേബിലിറ്റി ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഓക്കെ, അവർക്ക് കുറച്ചും കൂടി എന്താണ് മുൻഗണന കൊടുക്കാം. അവിടെ ദാറ്റ് ഈസ് ജസ്റ്റിഫൈഡ്. അവിടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും. പക്ഷെ എല്ലാ സ്ഥലത്തിലും നമുക്ക് ഇക്വാളിറ്റി നമ്മൾ എന്താണ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ജസ്റ്റിഫൈ ചെയ്യത്തില്ല. ചില സാഹചര്യത്തിൽ നമ്മൾ ഇക്വാളിറ്റി വേണം. അതൊന്നാമത്തെ കൺസെപ്റ്റ്. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പറയുവാണ്, ഓക്കെ, നമുക്ക് ദൈവം സഹായിച്ചു, ഓക്കെ, വി ഹാവ് സംവാട്ട് ഓക്കെ, എക്കണോമിക് കണ്ടീഷൻസ് ഓക്കെ ആണ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റും, നമ്മുടെ ബേസിക് നീഡ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റുന്നുണ്ട്. അതേസമയത്ത് ഈ ബേസിക് നീഡ്സ് പോലും, അല്ലെങ്കിൽ നല്ല ഹെൽത്ത് കെയർ പോലും, അല്ലെങ്കിൽ നല്ല സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത ഒരുപാട് എന്താണ് ആൾക്കാരുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ അവിടെ ചിന്തിക്കുന്നത് എന്താണ്,
നമ്മളെ പോലെ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളാണ് അത് ഫേസ് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ നമുക്ക് എക്കണോമിക് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസോ എക്സ്പ്ലോയിറ്റേഷനോ ഉണ്ടാവാൻ പാടില്ല. അവരെ പോലെ തന്നെ അഡ്വാൻറ്റേജസും ബെറ്റർ ആയിട്ടുള്ള എക്കണോമിക് കണ്ടീഷൻ നമുക്കും വേണം. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എക്കണോമിക് ഫാക്ടറിനെ ബേസ് ചെയ്തുള്ള ഇക്വാളിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്കൂൾ. അതായത് സാധാരണ പുവർ ഫാമിലിയിലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഗേൾ ചൈൽഡുകൾ വളരെ പെട്ടെന്ന് തന്നെ സ്കൂൾ നിർത്തേണ്ട അവസ്ഥ വരുന്നു. ബിക്കോസ് അവരുടെ പാരന്റ്സ് ഡേ ടു ഡേ ഡെയിലി വേജിനുള്ള ജോബിനൊക്കെ പോകുമ്പോഴത്തേക്കും യങ്ങർ സിബ്ലിംഗ്സിനെ അവർക്ക് നോക്കേണ്ടി വരുന്നു. സോ their right to primary education is എക്സ്പ്ലോയിറ്റഡ്, അല്ലെങ്കിൽ അവരുടെ റൈറ്റ് ടു പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് അവിടെ ഡിനൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഈ എല്ലാ കുട്ടികൾക്കും എല്ലാ മറ്റു കുട്ടികളെയും പോലെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടാനുള്ള റൈറ്റ് പ്രൊവൈഡ് ചെയ്യണം. അവിടെ നമ്മൾ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തുള്ള ഇക്വാളിറ്റിയാണ്. അപ്പം ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഓരോ സന്ദർഭങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്ന അനുസരിച്ച് ഇക്വാളിറ്റിയുടെ ഡെഫിനേഷൻ നമുക്ക് മാറിക്കൊണ്ടേ ഇരിക്കും. അത് മാറിക്കൊണ്ടേ ഇരിക്കും. നമ്മൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഉള്ളത്. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, ചില സന്ദർഭങ്ങളിൽ അത് പോരാതെ വരും. ബേസിക് നീഡ്സ് അഫോർഡ് ചെയ്യാനുള്ള ഇക്വാളിറ്റി ആയിരിക്കും. ചില സന്ദർഭങ്ങളിൽ അതുമല്ല, എന്താണ് ഫെയർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സ് എല്ലാവർക്കും ലഭിക്കണം, അതായിരിക്കും നമ്മുടെ കൺസെപ്റ്റിൽ ഇക്വാളിറ്റി. അപ്പോൾ ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് നമ്മുടെ ഇക്വാളിറ്റിയുടെ ഡെഫിനിഷൻ മാറിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഏത് കോണ്ടസ്റ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അതനുസരിച്ച് ഇക്വാളിറ്റിയുടെ ഡെഫിനിഷൻ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടേ ഇരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പുവർ സെക്ഷനിലോട്ട് ചിന്തിക്കും, അവർക്ക് ഇക്വാളിറ്റി കിട്ടണമെന്ന് ആഗ്രഹിക്കും. നമുക്ക് കിട്ടുന്ന കേസാണെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കും, നമുക്ക് കിട്ടാത്താണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മളെ കുറിച്ച് കൺസേൺ ചെയ്യും. സോ ദാറ്റ്സ് വൈ നോട്ട് ഓൺലി ഇക്വാളിറ്റി, ഫ്രീഡം എടുത്താലും സെക്യുലറിസം എടുത്താലും ഏതൊരു കൺസെപ്റ്റ് പൊളിറ്റിക്കൽ തിയറിയുടെ എടുത്താലും ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ തിയറിസ്റ്റുകൾ ഡേ ടു ഡേ നടക്കുന്ന എല്ലാ ഇങ്ങനത്തെ ഓരോരുത്തരുടെയും കൺസെപ്റ്റുകളെ ബേസ് ചെയ്ത് ഡിബേറ്റും ഡിസ്കഷനും ഒക്കെ നടത്തിയിട്ട് എല്ലാവരുടെയും ഡൈവേഴ്സ് മീനിങ് ആൻഡ് ഒപ്പീനിയനെ സിസ്റ്റമാറ്റിക് ഓർഡറിലാക്കിയതിനു ശേഷമാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു എസൻസ് അവരെന്താണ് പുറത്തേക്ക് വന്നത്. അപ്പം ഓവർനൈറ്റ് വന്നതല്ല ഈ ഒരു ഡെഫിനിഷനും. ഒരുപാട് കാലത്തെ ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ് കഴിഞ്ഞ് മാത്രമേ ഒരു കറക്റ്റ് ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റൂ. അവർ തന്നെ ചിന്തിക്കുക എപ്പോഴാണ് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി മാത്രം പ്രൊവൈഡ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്, എപ്പോഴാണ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് വേണ്ടത്, എത്രത്തോളം കാലം ആ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം, പുവർ ആയിട്ടുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി മിഡ് ഡേ മീൽ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇതെല്ലാം അവർ ആലോചിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് അവർ ഇക്വാളിറ്റി കൊണ്ടുവരാനായിട്ട് പബ്ലിക് സെക്ടറിലായാലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടറിലായാലും ഗവൺമെന്റ് പോളിസികളും ഗൈഡ് ലൈൻസും കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുവാണെങ്കിൽ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് വൈ ഷുഡ് വി സ്റ്റഡി പൊളിറ്റിക്കൽ തിയറി. എന്തിനാണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നത്? വി മൈറ്റ് ഫീൽ ദാറ്റ് ദ പീപ്പിൾ ഹു ആർ കൺസേൺ വിത്ത് പൊളിറ്റിക്സ് they should study political theory, or the lawyers and judges who interrupt our constitution and laws, they also want to know about political theory, or the activists and journalists should know political theory, or the teachers who are teaching political theory should know the basic concept. But as students, why we are concerned to know political theory എന്ന് വെച്ചാൽ ഫസ്റ്റ് അതിലൊരു പോയിന്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ മൈറ്റ് ഇൻ ഫ്യൂച്ചർ വി മേ ബിക്കം എനി ഓഫ് ദിസ് വൺ. അതായത് ഈ പറയുന്ന പ്രൊഫഷനിൽ ഏതെങ്കിലും ഒരാളായിട്ട് നമ്മൾ ഇൻ ഫ്യൂച്ചറിൽ അയക്കാം. അപ്പൊ നമുക്ക് ഈ പൊളിറ്റിക്കൽ തിയറിയെ കുറിച്ചുള്ള ബേസിക് കൺസെപ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓഫ് കോഴ്സ് യെസ്, അതാണ് ഫസ്റ്റ് ഒരു ഇതായിട്ട് പറയുന്നത്. സെക്കൻഡ്, പക്ഷേ ഈ പഠിക്കുന്ന എല്ലാവരും എന്താണ് ഈ പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ജേർണലിസ്റ്റോ അല്ലെങ്കിൽ ലോയേഴ്സോ ജഡ്ജസോ ആവണമെന്നില്ല. ചിലരെങ്കിലും ആയാൽ അവർക്ക് ഇത് ഹെൽപ്ഫുൾ ആണ്. അത് ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും സിറ്റിസൺസ് ആണ്. വി ഹാവ് ദ റൈറ്റ് ടു വോട്ട്, വി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാനായാലും അത് നമ്മൾ ഏത് പാർട്ടിക്ക് വോട്ട് കൊടുക്കണമെന്നായാലും നമുക്ക് ഒന്നും അറിഞ്ഞൂടാ ആ പാർട്ടി എന്താണ് ചെയ്യണേന്നും ആ പാർട്ടി എന്തൊക്കെയാണ് ഹെൽപ്പ് പ്രൊവൈഡ് ഒന്നും അറിഞ്ഞൂടാതെ നമ്മൾ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു നല്ല സിറ്റിസൺ ആണെങ്കിൽ വി ഷുഡ് ബി റെസ്പോൺസിബിൾ ഇനഫ് ടു നോ what are the political ideas, and we want to know the things about the institution which shape the world which we are living in. നമ്മൾ ജീവിക്കുന്ന ലോകത്തെ ഷേപ്പ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും അവർ കൊണ്ടുവരുന്ന ലോസിനെ കുറിച്ചും നമുക്കൊരു ബേസിക് ഐഡിയ വേണം. എങ്കിൽ മാത്രമേ നമ്മളൊരു റെസ്പോൺസിബിൾ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയാൻ നമുക്ക് പറ്റൂ. അതുകൊണ്ട് ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ബേസിക് ഇൻഫർമേഷൻ അറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് കേസാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു പബ്ലിക് ആയിട്ടുള്ള എന്തെങ്കിലും പോളിംഗിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ നമ്മളെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ നമ്മൾ ആർബിറ്ററി ആയിട്ടുള്ള പ്രിഫറൻസുകൾ പറയണത്
നമുക്കൊന്നും അറിഞ്ഞൂടാ. നമ്മൾ ജസ്റ്റ് എന്താണ് നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് തോന്നിയത് പറയുകയാണെങ്കിൽ അവിടെ അത്ര എഫക്റ്റ് ആണല്ലോ, അവർക്ക് മനസ്സിലാവും. ഹി ഓർ ഷീ മൈ നോട്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ്. സോ ഇഫ് വി ആർ giving the important concept, if we have the basic knowledge, we will provide the most effective and the most stronger concept. Then they might know that yeah, he or she knows something. അപ്പോൾ നമ്മുടെ എന്താണ് കൺസെപ്റ്റിന് അവിടെ വാല്യൂ കിട്ടും. അത് രണ്ടാമത്തെ റീസൺ. നെക്സ്റ്റ് നമ്മൾ പറയുവാണെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ പോയിന്റ് മുമ്പ് ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത് വി അതായത് ഇപ്പൊ നമ്മൾ, വി ഓൾ ആർ ലൈക്ക് ഓഡിയൻസ്, സിറ്റിസൺസ് ആർ സംവാട്ട് ഈക്വൽ ടു ഓഡിയൻസ്. അതായത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡർ വരുവാണ്. ഒരു പൊളിറ്റിക്കൽ ലീഡർ വന്നിട്ട് അദ്ദേഹം ഭരിക്കുന്ന ഏരിയയിലുള്ള ആൾക്കാർക്കും അവിടെ എന്തൊക്കെയാണ് ഗവൺമെന്റ് പോളിസീസ് എന്നോ ആ പോളിസി കൊണ്ട് എന്തൊക്കെ പൊളിറ്റിക്കൽ ലീഡറിന് ചെയ്യാമെന്നും എന്തൊക്കെ അവർക്ക് ചെയ്തുകൂടാ എന്ന ഒരു അറിവും ഇല്ലാത്ത ഒരു സിറ്റിസണിലാണ് ഒരു പൊളിറ്റിക്കൽ ലീഡർ ഭരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ഓർ ഷീ വിൽ ബി എക്സ്പ്ലോയിറ്റ് ദം. ഇഫ് ദാറ്റ് ഈസ് എ കറപ്റ്റഡ് ഗവൺമെന്റ്, അവരെന്താണ് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാനേ ശ്രദ്ധിക്കൂ. അവര് വന്നൊരു പോളിസി പറയും, ഈ പോളിസി വെച്ച് ഇതൊക്കെ ചെയ്യാം, നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു, നിങ്ങൾ ഇന്നതൊന്നും ചെയ്തില്ല. അപ്പം ആ സിറ്റിസന് ഇതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ലെങ്കിൽ ദേ വിൽ ആക്ട് ലൈക്ക് പപ്പറ്റ്സ്. അപ്പൊ അവര് കൂടുതൽ എക്സ്പ്ലോയിറ്റഡ് ആവുകയുള്ളൂ. എന്നാൽ അതേ സമയത്ത് ആ സിറ്റിസന് ലോയിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് പെട്ടെന്ന് ഫൂൾ ആക്കാൻ പറ്റില്ല. അപ്പൊ അതനുസരിച്ച് പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്താണ് നല്ല രീതിയിൽ അവരടുത്ത് ബിഹേവും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. സോ ആൾസോ ആൻഡ് എഡ്യൂക്കേറ്റഡും വിജിലന്റും ആയിട്ടുള്ളൊരു സിറ്റിസൺ ആയാൽ മാത്രമേ അവിടെ പൊളിറ്റിക്സ് പ്ലേ ചെയ്യുന്ന ആൾക്കാരും കൂടുതൽ പബ്ലിക്കിന് ഹെൽപ്പ് കിട്ടുന്ന രീതിയിലുള്ള പൊളിറ്റിക്സ് അവിടെ അവര് കാഴ്ചവെക്കൂ. നെക്സ്റ്റ് തേർഡ് എന്ന് പറയുന്നത്, വി നോ ദാറ്റ് ഈക്വാലിറ്റി, ഫ്രീഡം, സെക്യുലറിസം എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ സ്കൂൾ എടുത്താലും നമ്മുടെ കോളേജ് എടുത്താലും നമ്മുടെ ഫാമിലീസ് എടുത്താലും എവിടെയെങ്കിലും ഒന്നെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അനുഭവിക്കുന്നുണ്ട്. സോ ഡെയിലി നമ്മൾ ഇതെന്താണ് ഫേസ് ചെയ്യുന്ന ഓരോ ചാലഞ്ചുകളാണ്. സോ ഈ ഡെയിലി ആയിട്ട് നമ്മൾ ഈ ഫേസ് ചെയ്യുന്ന ചാലഞ്ചുകൾ നമ്മളിങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ ഈ എന്താണ് ഈ കൺസെപ്റ്റ് എന്നും കൂടെ നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ നമുക്ക് അതിനെ കൂടുതൽ എന്താണ് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് പൊളിറ്റിക്കൽ തിയറിയിൽ ഇക്വാളിറ്റി, ഫ്രീഡം എന്താണെന്നൊക്കെ നമുക്ക് അറിയാം, ബേസിക് കുറെ നമുക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ നമ്മൾ നമ്മുടെ സെർവന്റിനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇവർക്കും ഇക്വാളിറ്റി കിട്ടാളെയല്ലേ, ഇവർക്കും എന്നെ പോലെ സ്കൂളിൽ പോകേണ്ട അല്ലെങ്കിൽ ഇവർക്ക് എന്നെ പോലെ നല്ല ഹെൽത്ത് കെയർ കിട്ടേണ്ട ഒരു അവസരം ഇവർക്കും ഉണ്ടല്ലോ ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ. ആ ഒരു ചിന്ത നമുക്ക് വരുന്നത് എന്താണ്, ഇക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ എക്സിസ്റ്റിംഗ് ഐഡിയാസ് ആൻഡ് ഫീലിംഗ്സിനെ തന്നെ ഈ പൊളിറ്റിക്കൽ തിയറി എന്ത് ചെയ്യും, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എക്സാമിൻ ചെയ്യാൻ നമുക്ക് എൻകറേജ് ചെയ്യും. പൊളിറ്റിക്കൽ തിയറിയെ കുറിച്ച് അറിഞ്ഞൂടാത്ത ഒരാൾ ഓക്കെ ദേ ആർ സെർവന്റ് സോ ദേ വാണ്ട് ടു ഡു ദാറ്റ്. പക്ഷെ പൊളിറ്റിക്കൽ തിയറിയെ കുറിച്ച് അറിയുന്ന ഒരാൾ അവർ സെർവന്റ് ആണെങ്കിൽ കൂടി അവരൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, അവർക്കും നമ്മളെ കണക്ക് ഈക്വൽ റൈറ്റ്സ് ഉണ്ട്. ദേ ആൾസോ ഹാവ് റൈറ്റ് ടു പെർസ്യൂ എഡ്യൂക്കേഷൻ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമ്മുടെ തന്നെ ഐഡിയാസ് ആൻഡ് ഫീലിംഗ്സിനെ നമ്മൾ ഷേപ്പ് ചെയ്യും. നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് പറയുവാണെങ്കിൽ, നമ്മൾ എല്ലാവരും സ്റ്റുഡൻസ് ആണ്. ഇൻ ഫ്യൂച്ചർ നമ്മൾ ഒരുപാട് ഡിബേറ്റ്സ് ആൻഡ് എലക്യൂഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവിടെ എല്ലാത്തിലും നമുക്ക് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ന്യായം, ഏതാണ് അൺജസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ലതുപോലെ അറിയണം. അതുകൊണ്ട് നമുക്ക് പറയാം, ദിസ് പൊളിറ്റിക്കൽ തിയറി എക്സ്പോസ് അസ് ടു സിസ്റ്റമാറ്റിക് തിങ്കിങ് ഓൺ ജസ്റ്റിസ് ഓർ ഇക്വാലിറ്റി സോ ദാറ്റ് വി ക്യാൻ പോളിഷ് അവർ ഒപ്പീനിയൻ ആൻഡ് ആർഗ്യൂ ഇൻ ആൻ ഇൻഫോംഡ് മാനർ ആൻഡ് ഫോർ ദ സേക്ക് ഓഫ് കോമൺ ഇൻട്രസ്റ്റ്. അതായത് നല്ല രീതിയിൽ നല്ല ഇൻഫർമേഷൻ കിട്ടുന്ന മാനറിൽ പൊളിറ്റിക്കൽ തിയറിയിൽ ഓരോ കൺസെപ്റ്റും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഡിബേറ്റ് അല്ലെങ്കിൽ എലക്യൂഷനിൽ പറയുന്ന ഒപ്പീനിയൻസ് ആൻഡ് ആർഗ്യുമെന്റ്സ് കുറച്ചും കൂടി വെൽ പോളിഷ്ഡ് ആയിരിക്കും, കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയിരിക്കും, നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള പോയിന്റുകളായിരിക്കും. സോ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് 11th NCERT പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഇൻ നെക്സ്റ്റ് വീഡിയോ ഐ വിൽ കം വിത്ത് ന്യൂ ചാപ്റ്റർ. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, please do like, share, comment and subscribe my channel. Thank you all.